ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, സന്താനലബ്ധിക്കായി നേർച്ചയും വഴിപാടുമായി ആശുപത്രികൾ തോറും അലയുന്ന അനേകം ദമ്പതിമാരെ നമ്മുടെ സമൂഹത്തിൽ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സന്താനഭാഗ്യമെന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതിൻ്റെ വില അറിയണമെങ്കിൽ അതില്ലാത്തവരോട് ചോദിക്കണം. മദ്രാസിലെ വ്യവസായ പ്രമുഖനായിരുന്ന ധർമ്മലിംഗ മുതലിയാരും ഇത്തരത്തിൽ സന്താനഭാഗ്യം ഇല്ലാത്ത വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരുവൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരിക്കൽ ഗുരുവുമായുള്ള സംഭാഷണത്തിൽ ഗുരുവിന് ഇക്കാര്യം മനസ്സിലായി. ഗുരു ധർമ്മലിംഗത്തെ പത്നി സമേതനായി ശിവഗിരിയിലേക്ക് ക്ഷണിക്കുകയും 1 മാസത്തോളം ശിവഗിരിയിൽ കഴിയുവാനും നിർദ്ദേശിച്ചു. ഇതിൻ പ്രകാരം ധർമ്മലിംഗം മുതലിയാരും പത്നിയും ശിവഗിരിക്കടുത്ത് ഒരു വീട് തരപ്പെടുത്തുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അതിരാവിലെ കുളിച്ച് ശുദ്ധമായി ശാരദാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതിനുശേഷം വൈദിക മഠത്തിൽ വന്ന് ഗുരുവിനെ കാണുകയും സംഭാഷണം നടത്തുകയും ചെയ്തു. അതിനുശേഷം പ്രകൃതി രമണീയമായ ശിവഗിരി മലയിലെ വേപ്പിൻ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും ചെയ്തു. അവിടെ എത്തുന്ന അനേകം ഗുരുഭക്തരുമായി സംഭാഷണം നടത്തുന്നതും പതിവായി. ശിവഗിരി മഠത്തിൽ നിന്നും നൽകിയ ഭക്ഷണം മിതമായ രീതിയിൽ ഭക്ഷിച്ച് 1 മാസത്തോളം ആ ദമ്പതികൾ അവിടെ കഴിഞ്ഞുകൂടി. ഇവരുടെ ആകാരത്തിലും മറ്റും മാറ്റം ദർശിച്ച ഗുരു ഇവിടെ കഴിഞ്ഞത് മതി എന്നും ഇനി തിരിച്ച് മദ്രാസിലേക്ക് പോകാമെന്നും അറിയിച്ചു. പോകുന്നതിന് മുൻപ് ഗുരു ഇവർക്കായി 2 കദളിപ്പഴവും പ്രസാദമായി കൊടുത്തു. ശിവഗിരിയിൽ നിന്നും പോയി ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഇവർക്ക് പുത്രഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ഈ വാർത്ത ഗുരുവിനെ അറിയിക്കുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി ധർമ്മലിംഗ മുതലിയാർ ശിവഗിരിയിലെത്തുകയും ഗുരുവിനോട് കാര്യങ്ങൾ ഉണർത്തുകയും നന്ദി സൂചകമായി ശിവഗിരിയിൽ ഒരു സത്രം നിർമ്മിച്ച് നൽകുകയും ചെയ്തു. ദൈവാത്മനായ മഹാഗുരുവിൻ്റെ വൈദ്യം എന്നത് എന്തെങ്കിലും ഒരു പഴമോ പ്രസാദമോ ഒക്കെ വേണ്ടുന്നവർക്ക് കൊടുത്തുകൊണ്ടുള്ള രീതിയിലായിരുന്നു. അത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ തന്നെ രോഗശാന്തിയും കൈവരുന്നു. ഇങ്ങനെ രോഗശാന്തിയും രോഗശുശ്രൂഷയും രോഗമുക്തിയും ഒക്കെ അനേകർക്ക് കൈവന്ന പുണ്യഭൂമിയാണ് ഭഗവാന്റെ ശിവഗിരിക്കുന്ന്. സന്താനലബ്ധിക്കായി കാക്ഷിക്കുന്നവർ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് ഒന്ന് കൈകൂപ്പിയാൽ പരമകാരുണികനായ മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നതിൽ സംശയമില്ല. മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ സന്താനലബ്ധി എന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും കൈവരുന്നതാണ്. ഇനിയും ശിവഗിരിയുടെ മണ്ണിൽ ഭഗവാന്റെ സവിധത്തിലെത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉള്ളുനിന്നുള്ള പ്രാർത്ഥന അതിനെയെല്ലാം ദൂരീകരിക്കുന്നതാണ്. സന്താനലബ്ധി എന്ന മഹാഭാഗ്യം മഹാഗുരു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.